ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു edu.com. 4ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും edu.comൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പരിസര പഠനം, എൻവിയോൺമെൻറ്റൽ സയൻസ് ആണ് കേട്ടോ. 4ാം ക്ലാസ്സിലെ പാർട്ട് 1 കേട്ടോ, ഭാഗം 1-ലെ 2ാമത്തെ ചാപ്റ്ററാണ്. ഏതാണ്? ഇന്ത്യ എൻ്റെ രാജ്യം, ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? കൂട്ടുകാരെ, ഇന്ത്യ ഈസ് മൈ കൺട്രി അല്ലെങ്കിൽ ഇന്ത്യ എൻ്റെ രാജ്യം എന്ന ഈ 2ാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് കേട്ടോ. അതായത് സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പാഠം. കൂട്ടുകാരെ നോക്കൂ, ഈ പിക്ചറിൽ എന്താ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ആർ ഗോയിങ് ഓൺ അറ്റ് തേജസ് സ്കൂൾ. വാരിയസ് പ്രോഗ്രാംസ് ആർ ഓർഗനൈസ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദ സോഷ്യൽ സയൻസ് ക്ലബ്ബ്. തേജസ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുകയാണ്. അപ്പോൾ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ എവിടെയുണ്ട്? അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിലും ഇതുപോലെ പരിപാടികൾ നടക്കാറുണ്ടല്ലോ. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിപാടികളാണ് നമ്മുടെ സ്കൂളുകളിൽ നടക്കാറുള്ളത്? കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ പതാക ഉയർത്താറുണ്ടല്ലോ. പിന്നെയോ ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പിന്നെയോ ചിത്രരചനാ മത്സരങ്ങളും വൈവിധ്യമാർന്ന പരിപാടികളും എല്ലാം നമ്മുടെ സ്കൂളുകളിൽ സംഘടിപ്പിക്കാറുണ്ടല്ലോ. ഇതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം നമ്മൾ കൊണ്ടാടാറുണ്ട് അല്ലേ? ഇത്തരത്തിൽ പരിപാടികളൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയെക്കുറിച്ചും നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ അറിയേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ അവയെക്കുറിച്ച് എല്ലാം അറിയണമെങ്കിൽ കൂട്ടുകാർ ശ്രദ്ധിച്ച് ഈ ചാപ്റ്റർ മുഴുവനായിട്ടും പഠിക്കണം. ഓക്കെ, നമുക്ക് പേജ് നമ്പർ 27 എന്താണ് പറയുന്നതെന്ന് നോക്കിയാലോ? Megha teacher divided the class into groups and each group was assigned a task. മേഘ ടീച്ചർ ഓരോ ഗ്രൂപ്പിനും എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ചുമതലകൾ നൽകിയിട്ടുണ്ട്. തേജസ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് were asked to prepare a magazine about Independence Day. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് പതിപ്പ് തയ്യാറാക്കുന്ന ചുമതലയാണ് ആർക്ക് കിട്ടിയത്? തേജസിനും കൂട്ടുകാർക്കും കിട്ടിയിട്ടുള്ളത്. They decided to visit the library to collect information to be included the magazine. പതിപ്പിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അവർ എവിടെയാണ് പോയത്? ഗ്രന്ഥശാല സന്ദർശിക്കാൻ അവർ തീരുമാനിച്ചു. ലൈബ്രറിയിൽ പോകാൻ അല്ലേ? ടു കളക്ട് ഇൻഫർമേഷന് വേണ്ടിയിട്ട്. ദ ലൈബ്രറിയൻ ഈസ് ദെയർ ഫോമർ ടീച്ചർ വിനയൻ സാർ. ദേ എക്സ്പ്ലെയിൻഡ് ദ പർപ്പസ് ഓഫ് ദെയർ വിസിറ്റ് ടു ദ ലൈബ്രറി. എന്താണ്? നമ്മുടെ ഗ്രന്ഥശാല സന്ദർശിക്കാൻ തീരുമാനിച്ചതാണല്ലേ അവർ. അപ്പോൾ അവരുടെ മുൻ അധ്യാപകനായിട്ടുള്ള വിനയൻ മാഷാണ് ഗ്രന്ഥശാലയുടെ ലൈബ്രറിയനായിട്ട് അവിടെ ഉള്ളത്. കുട്ടികൾ മാഷിനോട് ഗ്രന്ഥശാല സന്ദർശനത്തിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി. അതായത് എന്തിനാണ് ഞങ്ങൾ വന്നത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറയുന്നത് വിനയൻ സാർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ചിൽഡ്രൻ, ക്യാൻ യു ടെൽ മീ ഹൂ വർ ദ ഫോറിനേഴ്സ് ഹൂ റൂൾഡ് അവർ കൺട്രി? വിനയൻ സാർ ആസ്ക്ഡ്. കുട്ടികളെ, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരാണെന്ന് പറയാൻ പറ്റുമോ? പറയാമോ? വിനയൻ മാഷ് ചോദിച്ചു. ദ ബ്രിട്ടീഷ്, ഭവ്യ സെഡ് എക്സൈറ്റഡ്ലി. ബ്രിട്ടീഷുകാർ, ഭവ്യ ആവേശത്തോടെ പറഞ്ഞു. എക്സാക്ട്ലി ഭവ്യ. ഡു യു നോ ഹൗ ദേ ബിക്കം അവർ റൂളേഴ്സ്? സർ ആസ്ക്ഡ് അഗെയിൻ. ചിൽഡ്രൻ ലുക്ക് അറ്റ് ഈച്ച് അതർ ആസ് ഇഫ് ദേ ഡിഡ്ന്റ് നോ. മിടുക്കി. ആട്ടെ, എങ്ങനെയാണ് അവർ നമ്മുടെ ഭരണാധികാരികളുമായി മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടികൾ അറിയില്ലെന്ന മട്ടിൽ പരസ്പരം നോക്കി. സർ ഗേവ് ദം എ പിക്ചർ സ്റ്റോറി ബുക്ക് ഫ്രം ദ ലൈബ്രറി ടു റീഡ്. മാഷ് ഗ്രന്ഥശാലയിൽ നിന്ന് ഒരു ചിത്രപുസ്തകം അവർക്ക് വായിക്കാനായി നൽകി. ദേ സ്റ്റാർട്ടഡ് ടു റീഡ് ദ ബുക്ക് ഈഗേർലി. കൂട്ടുകാരെ, നമ്മുടെ നാട് ഭരിച്ച വിദേശികളെ കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ ടീച്ചർ കുറച്ച് പോയിന്റുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റുകൾ ശരിയാണോ തെറ്റാണോ എന്ന് കൂട്ടുകാർ കണ്ടെത്തണം. അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള ഫസ്റ്റ് ആക്ടിവിറ്റി. നോക്കൂ കൂട്ടുകാരെ, ഇന്ത്യൻസ് വേർ അണ്ടർ ഫോറിൻ റൂൾ ഫോർ എ ലോങ് ടൈം. ഇന്ത്യക്കാർ ദീർഘകാലം വിദേശികളുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അപ്പോൾ ശരിയാണല്ലേ? അവർ കൺട്രി മെയിൻലി ഫോട്ട് എഗെയിൻസ്റ്റ് ഫോറിൻ റൂളേഴ്സ്. നമ്മുടെ നാട് പ്രധാനമായും അരക്കി ഭരിച്ചിരുന്നത് വിദേശികളായിരുന്നു. അതും ശരിയാണല്ലേ? വി അച്ചീവ്ഡ് ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ ത്രൂ കണ്ടിന്യൂസ് സ്ട്രഗിൾ. നമ്മൾ നിരന്തരമായിട്ടുള്ള സമരങ്ങളിലൂടെ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്തു. അതെന്താണ്? അതും ശരിയായ കാര്യമാണ്. ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ ദ പീപ്പിൾ ഓഫ് അവർ കൺട്രി വർ ഹാപ്പി. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സന്തുഷ്ടരായിരുന്നു. ശരിയാണോ? ശരിയല്ല ഇതിലെന്താണ്? ഇത് തെറ്റാണല്ലേ? നമ്മൾ സന്തുഷ്ടരായിരുന്നില്ല അല്ലേ? മെനി ഇന്ത്യൻസ് ലോസ്റ്റ്
their lives in struggle against the British. ബ്രിട്ടീഷുകാർക്കെതിരായ സമരങ്ങളിൽ അനേകായിരം ഇന്ത്യക്കാർ ജീവൻ നൽകി, അല്ലെങ്കിൽ അവർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതും ശരിയാണ്. വെൻ ഫോറിനേഴ്സ് ഇൻവേഡഡ് ഇന്ത്യ വാസ് ഡിവൈഡഡ് ഇൻ ടു മെനി സ്മോൾ സ്റ്റേറ്റ്സ്. വിദേശികൾ കടന്നു വരുമ്പോൾ ഇന്ത്യ അനേകം നാട്ടുരാജ്യങ്ങളായിട്ട് ഭിന്നിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ അത് ശരിയാണോ? ശരിയാണ് അല്ലേ. ഇന്ത്യ പല നാട്ടുരാജ്യങ്ങളുടെ കീഴിലായിട്ടായിരുന്നു ഇന്ത്യ അന്ന് ഉണ്ടായിരുന്നത്. ഇൻ ആൻഷ്യൻ ടൈം അവർ റീജിയൻ വാസ് റൂൾഡ് ബൈ ലോക്കൽ റൂളേഴ്സ്. പണ്ട് കാലത്ത്, അന്നത്തെ കാലത്ത് നമ്മുടെ പ്രദേശം ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു. അപ്പോൾ അതും ശരിയായ കാര്യമാണ്. ഇൻ ടേംസ് ഓഫ് വെപ്പണറി വി വർ അഹെഡ് ഓഫ് ദ ബ്രിട്ടീഷ്. ആയുധബലത്തിൽ നാം ബ്രിട്ടീഷുകാരെക്കാളും മുന്നിലായിരുന്നു. ശരിയായ കാര്യമാണോ? അല്ലല്ലേ. ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു കൂടുതലും ആയുധങ്ങൾ അല്ലേ. ആയുധബലം ബ്രിട്ടീഷുകാർക്കായിരുന്നു കൂടുതൽ. അപ്പോൾ അതും തെറ്റായ കാര്യമാണ്. കൂട്ടുകാരെ, നമ്മുടെ വിനയൻ മാഷ് കുട്ടികൾക്കൊരു ചിത്രകഥാപുസ്തകം നൽകിയല്ലോ. ആ ചിത്രകഥാപുസ്തകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതിൽ നിന്ന് കണ്ടെത്തുകയും വേണം. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ഫോറിനേഴ്സ് ഫസ്റ്റ് കെയിം ടു ഇന്ത്യ ബൈ ഷിപ്സ് to buy spices like cardamom and black pepper and textile like silk and cotton. ഇവിടെ പറഞ്ഞത് ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. ഗ്രാജുവലി ദേ ഒബ്റ്റെയിൻഡ് സ്പെഷ്യൽ പ്രിവിലേജസ് ഫ്രം ദ കിങ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ടറീസ് ഹിയർ. പതിയെ അവർ രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്തിട്ട് ഇവിടെ വ്യവസായശാലകൾ സ്ഥാപിച്ചു. തേർഡ് എന്താണ്? സിൻസ് ദ റൂളേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൊവിൻസസ് ഇൻ ഇന്ത്യ കൺസിഡേർഡ് ഈച്ച് അതർ ആസ് എനിമീസ് ആൻഡ് അറ്റ് വാർ, ദ ഫോറിനേഴ്സ് ഫൗണ്ട് ഇറ്റ് ഈസി ടു എൻഹാൻസ് ദെയർ പവർ. എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ച് നിന്ന സമയമായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ പോരടിച്ച് നിന്നിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതായത് അവർ കൂടുതൽ ശക്തമായിട്ട് അവരെ കോൺക്വയർ പിടിച്ചടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ദേ കോൺക്വേർഡ് ദ നാറ്റീവ്സ് വിത്ത് അഡ്വാൻസ്ഡ് വാർ ടാറ്റിക്സ് ആൻഡ് വെപ്പൺസ് ലൈക്ക് കനോൺസ് ആൻഡ് ഗൺസ്. പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെ അവരെന്ത് ചെയ്തു? വരുതിയിലാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ ചെയ്ത പ്രവൃത്തികളാണ് ഇവിടെ ചിത്രകഥാരൂപത്തിൽ നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ബാക്കി നോക്കിയാലോ. ഇവൻച്വലി ദ ബ്രിട്ടീഷ് ടുക്ക് ഓവർ ദ princely states after exerting control over agriculture, trade and the king themselves. എന്താ പറയുന്നത്? ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തു. ഓവർ ദ ടൈം ദ ബ്രിട്ടീഷ് ഡൊമിനേറ്റഡ് ദ എൻറ്റയർ റീജിയൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ വാസ് അണ്ടർ ദെയർ കൺട്രോൾ ഫോർ ഓൾമോസ്റ്റ് നെക്സ്റ്റ് 200 years. ആറാമതായി എന്താ പറയുന്നത്? കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ അവരുടെ അധീനതയിലായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അതായത് ഇന്ത്യ അവരുടെ കീഴിലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരെ നമ്മുടെ നാട്ടിൽ നടത്തിയ വിവിധ മേഖലകൾ, എല്ലാ മേഖലകളും അവർ പിടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ആ ഒരു പിക്ചറൈസേഷനാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇനി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാലോ. യു ഹാവ് റീഡ് ദ പിക്ചർ സ്റ്റോറി ബുക്ക്. നൗ ആൻസർ മൈ ക്വസ്റ്റ്യൻ. സർ കണ്ടിന്യൂഡ്. ചിത്രകഥ വായിച്ചല്ലോ. ഇനി എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ എന്നാണ് മാഷ് പറയുന്നത് അല്ലേ. മാഷ് തുടർന്നു. യു ക്യാൻ ഓൾസോ ഫൈൻഡ് ആൻസർ ടു സേഴ്സ് ക്വസ്റ്റ്യൻസ്. മാഷിൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളും ഉത്തരം കണ്ടെത്തൂ. എങ്ങനെ ഉത്തരം കണ്ടെത്തുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വൈ ഡിഡ് ഫോറിനേഴ്സ് കം ടു ഇന്ത്യ? വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? നമുക്ക് ആ ചിത്രകഥയിൽ നിന്നും ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലോ. ഫോറിനേഴ്സ് കം ടു ഇന്ത്യ ബൈ ഷിപ്സ് to buy spices like cardamom and black pepper and textiles like silk and cotton. വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് ചോദ്യം അല്ലേ. എന്തിനു വേണ്ടിയായിരുന്നു? ഏലം, കുരുമുളക്, അതുപോലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, പിന്നെയോ പട്ടുതുണി, പരുത്തി തുണി തുടങ്ങിയ എല്ലാ തുണിത്തരങ്ങൾ അല്ലേ. അതൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് വിദേശികൾ കപ്പലുകളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. അപ്പോൾ കച്ചവടം അവർ ഇന്ത്യയിലെത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? How the foreigners could easily establish power in India. വിദേശികൾക്ക് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞത് എങ്ങനെയാണ്? What is answer? The foreigners could easily establish power in India because the rulers of different provinces in India considered each other as enemies and were at war. This made it easy for the
foreigners to enhance their power. എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ എന്തായിരുന്നു? പരസ്പരം ശത്രുക്കളായി പോരാടി നിന്നിരുന്നതിനാൽ അവരുടെ ശക്തി ദുർബലപ്പെട്ടിരുന്നു. ഇത് വിദേശികൾക്ക് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞതിന് കാരണമായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വൈ were Indians unable to hold their own in the struggles with the British? ബ്രിട്ടീഷുകാരുമായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടായിരുന്നു? What is the reason? Indians were unable to hold their own in the struggles with the British because the British conquered the natives with advanced war tactics and weapons like cannons and guns. Additionally, the British eventually took over the princely states after exerting control over the agriculture, trade and the king themselves. Right? എന്താണ്? ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാർക്ക് ആധുനിക യുദ്ധോപകരണങ്ങളായിട്ടുള്ള പീരങ്കികൾ, തോക്കുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? കൂടാതെ കാലക്രമേണ ബ്രിട്ടീഷുകാർ കൃഷിയുടെയും കച്ചവടത്തിൻ്റെയും രാജാക്കന്മാരുടെയും ഒക്കെ നിയന്ത്രണം സ്ഥാപിച്ച് നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്തു. ഈ കാരണങ്ങളാൽ ഇന്ത്യക്ക് ബ്രിട്ടീഷുമാരുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കൂട്ടുകാർക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് പേജ് നമ്പർ 28 എന്താണ് പറയുന്നത് നോക്കിയാലോ. സ്ട്രഗിൾസ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ അന്ന് ഒരുപാട് സ്ട്രഗിളുകൾ നടന്നിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം, ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേര് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പോൾ അതിനൊക്കെ എതിരെ ഒരു ചെറുത്തുനിൽപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവർ നടത്തിയ പോരാട്ടങ്ങൾ എന്നാണ് ഇനി പറയാൻ പോകുന്നത്. the people of our country suffered a lot under the British rule. Didn't they, sir? Nina asked. That's right. The people who were suffering started a protest against the British in various places. They protested by breaking the laws, declaring non-cooperation and organizing marches. Vinensar replied. Such protests are known as the freedom struggle, aren't they? Naveen's doubt came within no time. Smart boy, sir congratulated Naveen with a pat on his shoulder. Now let's know about some of the important events of the freedom struggle. He picked a book from the cupboard and gave it to children. Read the information collected by children from the book. വരെ നോക്കൂ, എന്താ ഇവിടെ പറഞ്ഞത്? ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിച്ചു അല്ലേ മാഷേ? നീന ചോദിച്ചു. അതെ, പൊറുതിമുട്ടിയ ജനം വിവിധ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി സമരങ്ങൾക്ക് തുടക്കമിട്ടു. നിയമങ്ങൾ ലംഘിച്ചും നിസ്സഹകരണം പ്രഖ്യാപിച്ചും ജാഥകൾ സംഘടിപ്പിച്ചും അവർ പ്രതിഷേധിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇവിടെ പറഞ്ഞതല്ലേ? ഇത്തരം പ്രതിഷേധങ്ങളല്ലേ മാഷേ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉടൻ വന്നു നവീൻ്റെ സംശയം. എടുക്കൻ മാഷ് നവീനെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. ഇനി നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിലെ ചില പ്രധാന സംഭവങ്ങൾ പരിചയപ്പെടാം. മാഷ് അലമാരയിൽ നിന്ന് ഒരു പുസ്തകമെടുത്ത് കുട്ടികൾക്ക് നൽകി. പുസ്തകത്തിൽ നിന്ന് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കൂ. കൂട്ടുകാരെ, ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഉപ്പു സത്യാഗ്രഹം എന്ന് പറയുന്നത്. സാൾട്ട് സത്യാഗ്രഹ, ഉപ്പു സത്യാഗ്രഹം എന്ന് പറയുന്നത്. അത് 1930 ഉണ്ടായിട്ടുള്ളത്. അതായത് 1930 അത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഉപ്പു സത്യാഗ്രഹം എന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന പോരാട്ടങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം, വ്യക്തമായിട്ട് പഠിക്കണം, ഇയറുകൾ കറക്റ്റായിട്ട് പഠിക്കണം. ടൈം ലൈൻ നമുക്ക് പരീക്ഷയ്ക്ക് വരും. അതുപോലെ എന്താണ് എന്ന് വിവരണം തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് വരും. പിന്നെ മത്സര പരീക്ഷകളിൽ LSS പോലെയുള്ള പരീക്ഷകളിലൊക്കെ നമുക്ക് ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ മക്കളെല്ലാവരും വ്യക്തമായിട്ട് ഇത് പഠിച്ചിരിക്കണം. ഇത് നല്ല തുടർന്ന് വരുന്ന പോരാട്ടങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഉയർന്ന ക്ലാസ്സുകളിലോട്ടും നമുക്കിത് ആവശ്യമുള്ളതാണ്. ഓക്കെ. സാൾട്ട് സത്യാഗ്രഹ അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹം അത് നടന്നിട്ടുള്ളത് 1930 കേട്ടോ. 1930 അത് നടന്നിട്ടുള്ളത്. അറ്റ് ദാറ്റ് ടൈം മെനി ഇന്ത്യൻസ് were engaged in the work of producing salt by draining sea water. എന്താ പറഞ്ഞത്? അക്കാലത്ത്, അതായത് അന്നത്തെ കാലത്ത് 1930-കളിൽ കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ധാരാളം ഇന്ത്യക്കാർ ഏർപ്പെട്ടിരുന്നു. ദ ക്രൂവൽ ബ്രിട്ടീഷ് റൂളേഴ്സ് ഡിക്ലെയർഡ് ദാറ്റ് ഇന്ത്യൻസ് മസ്റ്റ് പേ എ ടാക്സ്, എ സ്പെഷ്യൽ ലെവി ഫോർ എക്സ്ട്രാക്റ്റിംഗ് സാൾട്ട്. അപ്പോൾ എന്താണ് ഉണ്ടായത്? ക്രൂരരായിട്ടുള്ള ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യക്കാർ ഉപ്പെടുക്കുന്നതിന് നികുതി, ഒരു പ്രത്യേക തുക അടക്കണമെന്ന് പ്രഖ്യാപിച്ചു. ദോസ് ഹു മെയ്ഡ് സാൾട്ട് വിത്തൗട്ട് പേയിങ് ദ ടാക്സ് വെർ ഇംപ്രിസൺഡ്. ഗാന്ധിജി ഓർഗനൈസ്ഡ് ദ പീപ്പിൾ അഗെയിൻസ്റ്റ് ദിസ്. എന്താ പറഞ്ഞത്? ഇങ്ങനെ നികുതി കൊടുക്കാതെ ഉപ്പ്
കുറുക്കുന്നവരെ, അതായത് ഉപ്പുണ്ടാക്കുന്നവരെ തടങ്കലിലാക്കി. ഇതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ചു. നോക്കൂ പിന്നീട് എന്താ ഉണ്ടായത്? ദേ മാർച്ച്ഡ് ഇൻ എ പ്രൊസഷൻ ടു ദണ്ഡി ബീച്ച്, എ പ്ലേസ് ഫാർ എവേ ഫ്രം ഗാന്ധിജി സബർമതി ആശ്രം. ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് വളരെ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ജാഥയായി അവർ നീങ്ങി. ടേക്കിംഗ് എ ഹാൻഡ്ഫുൾ ഓഫ് സാൾട്ട് ഫ്രം ദ സീ, ഗാന്ധിജി സെഡ്, ഈവൻ ഇഫ് ദീസ് ഹാൻഡ്സ് ഹോൾഡിംഗ് സാൾട്ട് ആർ ക്രഷ്ഡ്, ദേ വിൽ നോട്ട് ഗിവ് അപ്പ് ദ സാൾട്ട്. കടലിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് ഗാന്ധിജി പറഞ്ഞു, ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. എന്താ ഇവിടെ പറഞ്ഞത്? ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചാണല്ലേ നമ്മൾ പറയുന്നത്. 1930 ഗാന്ധിജി എവിടെ നിന്നാണ് ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്? അതായത് ഉപ്പ് കുറുക്കാൻ തുടങ്ങിയത് സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും അനുയായികളും എന്ത് ചെയ്തു? കാൽനടയായി യാത്ര ആരംഭിച്ചു. എന്നിട്ട് ദണ്ഡി കടപ്പുറത്ത് വെച്ച് അവർ ഉപ്പ് കുറുക്കി. ഓക്കെ, എന്നിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്താണ്? ഈവൻ ഇഫ് ദീസ് ഹാൻഡ്സ് ഹോൾഡിംഗ് സാൾട്ട് ആർ ക്രഷ്ഡ്, ദേ വിൽ നോട്ട് ഗിവ് അപ്പ് ദ സാൾട്ട്. എന്താ പറഞ്ഞത്? ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല എന്നല്ലേ? ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. അപ്പോൾ ഇതാണ് സാൾട്ട് സത്യാഗ്രഹ എന്ന ആ ഒരു പോർഷനിൽ നമുക്ക് നമ്മുടെ പുസ്തകത്തിലുള്ളത്. ഇനി കൂടുതൽ കൂട്ടുകാർ സാൾട്ട് സത്യാഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഉപ്പു സത്യാഗ്രഹത്തിൽ ഏതൊക്കെ വിവരങ്ങളാണ് കൂടുതൽ നിങ്ങൾ കണ്ടെത്തേണ്ടതെന്ന് അറിയാമോ? ഇവിടെ പറയുന്നുണ്ട് ഉപ്പു സത്യാഗ്രഹം സംഘടിപ്പിച്ച തീയതിയും സ്ഥലവും, പിന്നെയോ ഗാന്ധിജിയുടെ നേതൃത്വം, പിന്നെ ദണ്ഡി യാത്ര, ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് സാൾട്ട് സത്യാഗ്രഹ, ഗാന്ധിജീസ് ലീഡർഷിപ്പ്, ദെൻ ദണ്ഡി മാർച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് കണ്ടെത്തിയിട്ട് അത് വിപുലീകരിച്ച് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ ഒരു കുറിപ്പായിട്ട് എഴുതണം. ഓക്കെ, കുറച്ച് വിവരങ്ങൾ ഉൾപ്പെടുത്തി ഇവിടെ ഒരു കുറിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് വേണമെങ്കിൽ അതും ഉപയോഗപ്പെടുത്താം. സാൾട്ട് സത്യാഗ്രഹ. Many ordinary people in the coastal villages of British India were engaged in the work of collecting and producing salt from seawater. Behind the British Salt Act, there was a British monopoly on salt production. British rulers imposed taxes on Indians for collecting salt. Collecting salt in violation of the law was considered a crime punishable by up to 6 months imprisonment. There was widespread protest against this. Gandhiji decided to oppose the British with the support of ordinary people. Thousands gathered for the protest following Gandhiji's call. On March 12, 1930, Gandhiji and 78 followers started a journey from Gandhiji's Sabarmati ashram towards Dandi, which was 390 kilometers away. Many people from all the places they passed through joined the journey. Leaders like Sarojini Naidu accompanied Gandhi. The march reached Dandi on April 5th. The next morning, Gandhi broke the salt law by collecting salt from the sea. Gandhi declared, "With this handful of salt, I will shake the foundation of the British Empire." The salt satyagraha gradually spread throughout India. Without much delay, even if it was peaceful, the struggle lasted for about a year. The salt satyagraha was able to bring common people closer to the Indian freedom struggle and give momentum to the movement. This struggle paved the way for the Indian freedom struggle to gain global attention. ഉപ്പു സത്യാഗ്രഹം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ തീരദേശ ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ധാരാളം ആളുകൾ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് ശേഖരിക്കുന്നതിലും ഉൽപ്പാദിപ്പിക്കുന്നതിലും ഏർപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് സാൾട്ട് ആക്ടിന് പിന്നിൽ ഉപ്പ് ഉൽപ്പാദനത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഒരു കുത്തകയുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഉപ്പ് ശേഖരിക്കുന്നതിന് ഇന്ത്യക്കാർക്ക് നികുതി ചുമത്തിയിരുന്നു. നിയമം ലംഘിച്ച് ഉപ്പ് ശേഖരിക്കുന്നതിന് 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഇതിനെതിരെ വ്യാപകമായി പ്രതിഷേധമുണ്ടായി. സാധാരണക്കാരുടെ പിന്തുണയോടെ ഗാന്ധിജി ബ്രിട്ടീഷുകാരെ എതിർക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയുടെ ആഹ്വാനം കേട്ട് ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധത്തിനായി ഒത്തുകൂടി. 1930 മാർച്ച് 12 ഗാന്ധിജിയും 78 അനുയായികളും ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് 390 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡിയിലേക്ക് യാത്ര തുടങ്ങി. അവർ കടന്നുപോയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഈ യാത്രയിൽ പങ്കുചേർന്നു. സരോജിനി നായിഡുവിനെ പോലെയുള്ള നേതാക്കൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നു. ഏപ്രിൽ 5 യാത്ര ദണ്ഡിയിലെത്തി. അടുത്ത ദിവസം രാവിലെ ഗാന്ധിജി കടലിൽ നിന്ന് ഉപ്പ് ശേഖരിച്ച് ഉപ്പ് നിയമം ലംഘിച്ചു. ഈ ഒരു പിടി ഉപ്പ് കൊണ്ട് ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കും എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു.
ഉപ്പു സത്യാഗ്രഹം ക്രമേണ ഇന്ത്യയിലുടനീളം വ്യാപിച്ചു. അധികം താമസിയാതെ അത് സമാധാനപരമായിരുന്നിട്ടും സമരം ഏകദേശം 1 വർഷത്തോളം നീണ്ടുനിന്നു. ഉപ്പു സത്യാഗ്രഹം സാധാരണക്കാരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി അടുപ്പിക്കാനും പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടാനും സഹായിച്ചു. ഈ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ആഗോള ശ്രദ്ധ നേടുന്നതിന് വഴിയൊരുക്കി. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പോരാട്ടങ്ങളെക്കുറിച്ചാണല്ലേ. അതിൽ പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ് ഉപ്പു സത്യാഗ്രഹം, സാൾട്ട് സത്യാഗ്രഹ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി ബാക്കിയുള്ള പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളൊക്കെ ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. സീ യു അഗെയിൻ.